ഇപ്പം മിന്നാമിനുങ്ങിനാണല്ലോ നാഷണൽ അവാർഡ് കിട്ടിയത്. എനിക്ക് ആ ഒരു സമയം എന്താണ് സംഭവിച്ചതെന്നൊന്ന് പറയാമോ? കാരണം ആ സമയത്ത് സീരിയലിലും അഭിനയിക്കുകയായിരുന്നു. അതെങ്ങനെയാണ്? ആരാണ് വന്ന് പറഞ്ഞത്? അത് മിന്നാമിനുങ്ങ് കൊടുത്തിരുന്നെന്ന് അറിഞ്ഞിരുന്നോ? അതൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഈ സിനിമ ഇതിൻ്റെ ഒരു 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 ഫസ്റ്റ് ഹാഫ് വരെയുള്ള സ്ക്രിപ്റ്റാണ് ആദ്യം അയച്ചിരുന്നത്. അപ്പോൾ അതിന് മനോജ് റാംസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം എനിക്ക് ആ സ്ക്രിപ്റ്റ് അയച്ചിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ ആദ്യം തന്നെ എനിക്ക് തന്നിരിക്കുന്ന അതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് സ്ക്രിപ്റ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് തന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വായിച്ചിട്ടൊന്ന് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുവരേക്കും എനിക്ക് ആരും ഒരു സ്ക്രിപ്റ്റ് തന്നിട്ട് അഭിനയിക്കാൻ പറ്റുമോ എന്നൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഞാനത് വായിച്ച് നോക്കിയപ്പം അവരിങ്ങനെ ആ സ്ത്രീ എണീക്കുന്നു, പാല് കറക്കുന്നു, കോഴിമുട്ടയെടുക്കുന്നു, അകത്തുകൊണ്ട് ഇത് എന്തൊരു ലാഗാണിത്, അങ്ങനെ ഒരു മുന്നോട്ടേക്ക് നീങ്ങുന്നില്ല. അപ്പോൾ MIT മൂസയിലുള്ള അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് അവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു, ഇല്ല ഇത് ഇത്ര ഇങ്ങൊന്നും ഉണ്ടാവില്ല, ഇത് പടപടപടപടേന്ന് പറഞ്ഞാൽ അങ്ങ് തീരും, വേഗം ഫാസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ വിനോദേട്ടനും ഇതൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, നീ ഇങ്ങനെ തിയേറ്റർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ തിയേറ്ററിൽ MPhil ഇതൊക്കെ എഴുതാന്നൊക്കെ ഉള്ളത് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ, വേറെ എല്ലാവർക്കും MIT മൂസയിലെ കോമഡി അവതരിപ്പിക്കുന്ന ഒരു പാത്തുമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് തന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കാണാമല്ലോ, ഞാൻ അതല്ലാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത്, അതൊരു മുഴുനീള ക്യാരക്ടറാണെന്ന് പറഞ്ഞു. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് വലിയ ഇതൊന്നും ഇല്ലാത്തൊരു സിനിമയായതുകൊണ്ട് പല പല വലിയ പ്രമുഖ മെയിൻ സ്ട്രീം ആക്ട്രസിൻ്റെ അടുത്തൊക്കെ പോയപ്പോഴും അവർക്കാർക്കും അത് ചെയ്യാൻ താല്പര്യമില്ലാതെ മാറ്റിവെച്ചിട്ടുള്ള ഒരു ഇതായിരുന്നു. പിന്നെ അതിൻ്റെ ഡയറക്ടർ അനിൽ തോമസ് ഏട്ടനാണെന്നുണ്ടെങ്കിൽ എന്നെ മനോജ് റാംസിംഗ് എന്ന് പറഞ്ഞാൽ റൈറ്ററിൻ്റെ ഒരു ഫ്രണ്ടാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അയാളും ഞാനും തമ്മിൽ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലുള്ള ഒരു സീൻ കണ്ടിട്ട്. അപ്പോൾ ഇവർ തിയേറ്റർ ആർട്ടിസ്റ്റ് ആണെന്നും പറഞ്ഞു. അപ്പോൾ ഇതിൽ വേറൊരു എഴുത്തുകാരൻ്റെ റോള് പ്രേംപ്രകാശ് സാർ. അപ്പോൾ അതാദ്യം ശരിക്കും പറഞ്ഞാൽ ശ്രീനിവാസൻ സാർ ചെയ്യേണ്ടിയായിരുന്നു. പിന്നെ ചെറിയൊരു അസുഖത്തിൻ്റെ ഇതൊക്കെ അപ്പോൾ പ്രേം സാറാണ് അത് ചെയ്തത്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും എന്നെ അറിയാം. അപ്പോൾ ശ്രീനി സാർ പറഞ്ഞ ഏതെങ്കിലും തിയേറ്റർ ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്യിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സാറാണ് എൻ്റെ സക്കാറാം പെയിൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ജ്യോതിഷേട്ടൻ ചെയ്തിട്ടുള്ള നാടകമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എന്നിലേക്ക് അത് വരുന്നത്. പക്ഷേ നമ്മുടെ അനിലേട്ടനാണെന്നുണ്ടെങ്കിൽ എന്നെ തീരെ താല്പര്യമില്ലാത്ത വേറൊന്നല്ല, MIT മൂസയാണ് പുള്ളി കണ്ടിരുന്നത്. മനസ്സിൽ അത് പാത്തു പതിഞ്ഞിരിക്കുന്നു. പിന്നെ കേരള സ്റ്റേറ്റ് അവാർഡ് ഉണ്ട്, ടെലിവിഷൻ സ്റ്റേറ്റ് അവാർഡിന് ജൂറി ആയിരുന്നു അദ്ദേഹം. അപ്പോൾ എനിക്കിങ്ങനെ മികച്ച നടിക്കുള്ള അവാർഡിൻ്റെ ഇത് വന്നപ്പോൾ MITക്ക് വേണ്ടിയാണ് MITക്ക് വേണ്ടിയിട്ട് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, അയ്യോ ഇവർക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ, പിന്നെ ഇവരൊരു ഇതൊരു സ്ലാങ്ങിൻ്റെ മുകളിൽ പിടിച്ച് നിൽക്കുന്നവരാണ്, അല്ല ഒരു ആക്ട്രസിൻ്റെ ഇത് വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. പുള്ളിക്ക് എന്തോ ആ ക്യാരക്ടർ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ള ക്യാരക്ടറൊന്നും അല്ല, ഭയങ്കര ഓവറാണെന്ന് പറഞ്ഞു. പിന്നെ ഇഷ്ടം പോലെ അതെല്ലാം ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല, ഭയങ്കര ഓവറായിട്ടുള്ള ഒരു ഭയങ്കര റിയാക്ട് ചെയ്യുന്ന വേറൊരു രീതിയിൽ സംസാരിക്കുന്നതൊക്കെ കണ്ട് ചിലർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്, ചിലർക്ക് അത് അത്ര ഇഷ്ടമില്ലാത്തതുണ്ട്. അത് രണ്ട് തരത്തിലുണ്ടായിരുന്നു, അത് എനിക്കറിയാവുന്ന. അപ്പം അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. അപ്പം അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ട് എന്നെ മാറ്റി നിർത്തി. എന്നിട്ട് ഞാനിത് നാളെയാണ് സിനിമ അഭിനയിക്കുന്നത്, ഇന്ന് പോയപ്പോൾ ബാക്കിയുള്ള സ്ക്രിപ്റ്റും കൂടി എനിക്ക് തന്നിട്ട്, അപ്പോൾ ഹോട്ടലിൽ ഞങ്ങൾ ലോബിയിൽ ഇരുന്നിട്ട് എന്നോട് അദ്ദേഹം പറഞ്ഞു, അതെ നമ്മൾ ആ കോഴിക്കോടൻ സ്ലാങ് ഇല്ല വേണ്ടട്ടോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇല്ല എന്നാണ്. പിന്നെ ഞാനതിങ്ങനെ വായിച്ച് നോക്കിയപ്പോൾ അപ്പോഴാണ് ഫുൾ സ്ക്രിപ്റ്റ് എനിക്ക് കിട്ടുന്നത്. കിട്ടുമ്പോൾ അവർ തിരുവനന്തപുരത്തുകാരിയാണ്, അവിടുത്തെ ഒരു സ്ലാങ്ങും കാര്യങ്ങളും. കൃഷ്ണൻ ബാലകൃഷ്ണൻ തിരുവനന്തപുരം സ്ലാങ് പിടിച്ചത് അത് കൃഷ്ണൻ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടർ അതിനകത്തുണ്ട്. പിന്നെ ആദ്യം പാർവതി ചേച്ചീനെ കൊണ്ട് നാളത്തേക്കുള്ളത് ഞാൻ വോയിസ് നോട്ട് അയപ്പിച്ച് കേട്ട്. പിന്നെ അവിടെ ഇരുന്ന് ഞാൻ അവിടെ അഭിനയ തിയേറ്റർ റിസർച്ച് സെൻറ്ററിൽ ഒരു വർഷം ആക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ കുറേ തിരുവനന്തപുരത്തുകാർ നമുക്ക് അങ്ങനെ അറിയാം. പിന്നെ കാലടിയിൽ പഠിക്കുമ്പോഴാണെങ്കിലും എല്ലാ ജില്ലയിലുള്ള ആൾക്കാരും ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ സ്ലാങ്ങൊക്കെ മനഃപൂർവ്വം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലേക്കൊക്കെ വളരെ അച്ചടിയോടുകൂടിയൊക്കെ സംസാരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ സാറ് പറഞ്ഞത് ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമല്ല, നിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിൻ്റെ ഈ ഒരു സ്ലാങ്ങാണ്. നമ്മളെപ്പോഴും നമ്മളുടെ സത്വത്തെ, നമ്മൾ ജനിച്ച് വീണിരിക്കുന്ന ആ ഒരു ഇതൊക്കെ എപ്പോഴും നമ്മളുടെ നാട്, നമ്മളുടെ സംസാരം, അതിപ്പോൾ കോട്ടയത്ത് ജനിച്ചത് അവരുടെ ഒരു മേന്മ കൊണ്ടോ, കോഴിക്കോട് ജനിച്ചത് വേറെതോ അങ്ങനെയൊന്നുമില്ല. എല്ലാ സ്ഥലത്തും നല്ല ഭംഗിയാണ് ഓരോ സ്ലാങ്ങിനും. നീ അതെന്നെ കീപ്പ് ചെയ്താൽ മതി, അതെന്നെ ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഓരോ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യും, ഇന്ന സ്ലാങ് വേണം, അത്
ചെയ്യാൻ നീ ട്രെയിൻഡ് ആവുക മാത്രം ചെയ്താൽ മതി, അല്ലാണ്ട് സുരഭിനെ മാറ്റേണ്ട ആവശ്യമില്ല, സുരഭി ചെയ്യുന്ന ക്യാരക്ടേഴ്സ് മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിയേറ്ററാണ് ഇതിനകത്ത് ഇട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മൊബൈൽ കടയിലുള്ള സീനൊക്കെ ചെയ്യുമ്പോൾ ആ മൊബൈൽ കടക്കാരൻ അറിഞ്ഞൂടെ അയാൾ സിനിമയിൽ അഭിനയിക്കുകയാണെന്ന് പോലും. അങ്ങനെയൊക്കെ പല സംഭവങ്ങളും ഞങ്ങൾ അങ്ങനെ അറിയാതെയൊക്കെ ബസ് സ്റ്റാൻഡിൽ കൂടെ നടന്ന് വരുന്ന ഷൂട്ടൊന്നും അവിടെ ആർക്കും അറിയില്ല, എന്നെ തന്നെ അറിയില്ല. അങ്ങനെ നമ്മൾ അങ്ങനെ ഷൂട്ട് ചെയ്ത് എടുത്തിട്ടുള്ളൊരു ഒരു സിനിമയാണ്. അപ്പോൾ അതിൽ നാഷണൽ അവാർഡ് വന്നപ്പം ഈ പറഞ്ഞ പോലെ അനിലേട്ടൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്, എൻ്റെ സുരഭി നീ എന്നോട് ക്ഷമിക്കണം, നിനക്ക് ഇങ്ങനെ അവാർഡ് തരരുതെന്ന് ഞാനായിരുന്നു പറഞ്ഞിരുന്നത്, എന്നിട്ട് നീ എൻ്റെ സിനിമയിൽ തന്നെ അഭിനയിച്ച അവാർഡ് വാങ്ങിച്ചല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞു. വളരെ എപ്പോഴും ഭയങ്കര സൗഹൃദമാണ്.